പഴമയുടെ പ്രൗഢസംസ്കാരം പേർനിൽക്കുന്ന പുണ്യഭൂമിയായ തെക്കൻ തിരുവിതാംകൂറിന്റെ സൗന്ദര്യം പേർനിൽക്കുന്ന നെയ്യാർ നദിയോരങ്ങളുടെ കിഴക്കൻ മലയോര പ്രദേശമായ കുളത്താമലിന്റെ ഹൃദയഭാഗത്ത് ശിരസ്സുയർത്തി നിൽക്കുന്ന കുരിശടിമുക്ക് സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം രൂപീകൃതമായതിന്റെ 47 വർഷം തികയുമ്പോൾ പിന്നിട്ട കാലങ്ങളിൽ ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമാണ്. സർവേശ്വരൻ ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാനും പുത്തൻ കാൽവയ്പ്പുകൾ വയ്ക്കുവാനും ഈ ഇടവക തിരുനാൾ നമ്മെ സഹായിക്കട്ടെ. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനും ഭാരതത്തിന്റെ അപ്പോസ്തലനുമായ വിശുദ്ധ തോമാശ്ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ ദൈവാലയം ഇന്നു കാണുന്ന മനോഹാരിതയിലേക്കും പ്രശസ്തിയിലേക്കുമൊക്കെ എത്തിയതിന്റെ പിന്നിൽ പൂർവികരുടെ ത്യാഗോജ്ജലവും നിസ്വാർത്ഥവുമായ പ്രവർത്തനവും പ്രാർത്ഥനയും ഉണ്ടെന്നത് നമുക്ക് വിസ്മരിക്കാനാകുന്നതല്ല. ഭാരതം സ്വാതന്ത്ര്യലബ്ധി നേടിയതിന്റെ വർഷങ്ങൾക്ക് ശേഷം 1977 ജനുവരി 10-ാം തീയതി കുളത്താമൽ എന്ന അനുഗ്രഹീത ദേശത്ത് ഇന്നു കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ പ്രദേശം. ഒരു കാർഷിക സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു ഈ നാട്. അങ്ങനെയിരിക്കെ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് ഈ ദേശത്ത് വരികയും ഇവിടെയുള്ള മനുഷ്യരെ ആത്മീയമായി രൂപാന്തരപ്പെടുത്തുന്നതിനു വേണ്ടി വെട്ടുകാട് ശ്രീ ഇസ്രായേൽ നാടാർ അവരുടെ ഭവനത്തിൽ വച്ച് തൊട്ടടുത്തുള്ള 7 ഭവനങ്ങൾ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ഈ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് മഞ്ചവളാകത്തു നിന്നും സൈക്കിളിൽ ഈ പ്രദേശത്ത് വരികയും 40ഓളം കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു ദൈവജന കൂട്ടായ്മയായി വളരുകയും ചെയ്തു. വിശ്വാസികൾക്ക് ഒരുമിച്ചു കൂടാൻ ദൈവാലയം വേണം എന്ന അതിയായ ആഗ്രഹപ്രകാരം ബ്രദേഴ്സ് അന്നത്തെ മെത്രാനായിരുന്ന അഭിവന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയെ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് 1979 പിതാവിന്റെ നിർലോഭമായ ഇടപെടൽ മൂലം വെട്ടുകാട് നേശമണി നാടാരിൽ നിന്നും 25 സെന്റ് ഭൂമി വാങ്ങുകയും അവിടെ ഒരു ചെറിയ ദൈവാലയം സ്ഥാപിക്കുകയും ചെയ്തു. 1979 ജൂലൈ 3 ഭാരതത്തിന്റെ അപ്പോസ്തലനായ തോമാശ്ലീഹായുടെ നാമധേയത്വത്തിൽ പിതാവ് ഈ ദൈവാലയത്തിന്റെ കൂദാശാകർമ്മം നിർവഹിച്ചു. തുടർന്ന് ഫാദർ തോമസ് മന്ത്രയച്ചൻ ഇടവകയുടെ പ്രഥമ വികാരിയായി ചുമതലയേറ്റു. തന്റെ ആളുകളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അദ്ദേഹം സദാ ജാഗരൂകനായിരുന്നു. 2023 ജൂലൈ 27-ാം തീയതി അച്ഛൻ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. അച്ഛന്റെ ത്യാഗപൂർണമായ പൗരോഹിത്യ ജീവിതവും ഓർമ്മകളും എന്നും മായാതെ ഈ മണ്ണിൽ നിലനിൽക്കും. ഈ ഇടവകയിൽ ഉപദേശിയായി പ്രവർത്തിച്ചിട്ടുള്ള വെട്ടുകാട് ശ്രീ വേണുവിനെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മാവിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് ഈ ദൈവാലയം വിട്ട് മറ്റ് പ്രദേശങ്ങളിലോട്ട് സുവിശേഷ ദൗത്യവുമായി തിരിച്ചു. ഈ അവസരത്തിൽ ഈ പ്രദേശത്തിന് അവരിലൂടെ ലഭിച്ച ദൈവികാനുഗ്രഹങ്ങൾക്ക് സർവേശ്വരന് നന്ദി പറയുന്നതോടൊപ്പം ഇവിടെ പ്രവർത്തിച്ച എല്ലാ ബഹുമാനപ്പെട്ട ബ്രദേഴ്സിനെയും പ്രാർത്ഥനാപൂർവം ഞങ്ങൾ അനുസ്മരിക്കുന്നു. തുടർന്ന് നെല്ലിമൂട് DM കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ആദ്യകാല മിഷണറിമാരായി സേവനമനുഷ്ഠിച്ചു. അവരുടെ നിരന്തരമായ ഭവന സന്ദർശനം വഴി കൂദാശ സ്വീകരിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്തു. പിന്നീടുള്ള ഉയർച്ചയിൽ അത് ഒരു മുതൽക്കൂട്ടായി. ഇവരുടെ പ്രവർത്തന ഫലമായി അനേകം കുടുംബങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് കടന്നുവരികയുണ്ടായി. 1988 ബഹുമാനപ്പെട്ട ഫാദർ ഗീവർഗീസ് മാടമണ്ണിൽ സ്ഥാനമേറ്റതോടുകൂടി കുരിശടിമുക്ക് സെന്റ് തോമസ് ദേവാലയത്തിന് പുതിയൊരു നാൾവഴിക്ക് തുടക്കമായി. ഗീവർഗീസ് അച്ഛന്റെ സേവനം കുറച്ചു മാസങ്ങളെ ഉണ്ടായിരുന്നു എങ്കിലും ഇടവകയുടെ വളർച്ചയ്ക്ക് അതൊരു നാഴികക്കല്ലായിരുന്നു. തുടർന്ന് ധനുവച്ചപുരം വികാരിയായിരുന്ന ഫാദർ വർഗീസ് അച്ഛൻ സ്ഥാനമേൽക്കുകയും ഏതാനും മാസം ഇവിടെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. 1989 ഫാദർ മാനുവൽ ബി തോമസ് അച്ഛൻ സ്ഥാനമേൽക്കുകയും തുടർന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലുള്ള കുരിശടിയുടെ 1-ാം നില സ്ഥാപിക്കുകയും ചെയ്തു. പ്രസ്തുത കുരിശടി അശരണരുടെ ആശാകേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നു. 1995 ഫാദർ ജോൺ കിഴക്കേക്കര വികാരിയായി സ്ഥാനമേറ്റു. അച്ഛന്റെ ആത്മീയമായ പ്രവർത്തനത്തിലൂടെ യുവജന സംഘടനയായ MCYM, അമ്മമാർക്ക് വേണ്ടി മാതൃസംഘം എന്നീ സംഘടനകൾ സ്ഥാപിച്ചു. ഇടവകയോട് ചേർന്ന് ഒരു നഴ്സറി സ്കൂൾ തുടങ്ങാൻ തീരുമാനിക്കുകയും
ഒരു ഓലഷെഡ് പുനർനിർമ്മാണം നടത്തി നഴ്സറിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. സെന്റ് തോമസ് നഴ്സറി സ്കൂൾ എന്ന പേര് നൽകി പ്രവർത്തനം ആരംഭിക്കുകയും അത് അറിയപ്പെടുകയും ചെയ്തു. സമീപ ഇടവകയായ ചാക്കൂട്ടുകോണത്ത് DM സിസ്റ്റേഴ്സ് മഠം വച്ച് താമസമാക്കുകയും അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ സേവനം ഈ ഇടവകയ്ക്ക് ലഭിക്കുകയുമുണ്ടായി. 1999 ബഹുമാനപ്പെട്ട ഫാദർ ജെയിംസ് വെങ്ങാട്ടൂർ വികാരിയായി ചുമതലയേറ്റു. അച്ഛന്റെ നിസ്സീമമായ പ്രവർത്തന ഫലമായി കുരിശടിയുടെ 2-3 നിലകൾ പണി കഴിപ്പിക്കുകയുണ്ടായി. ജെയിംസ് വെങ്ങാട്ടൂർ അച്ഛന്റെ സേവനങ്ങളെ ഈ നിമിഷത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നു വന്ന കാലയളവിൽ ബഹുമാനപ്പെട്ട മാത്യു ചെരുവുകാലയിലച്ഛൻ വികാരിയായി. ആത്മീയമായും ഭൗതികമായും വളരെയധികം കാര്യങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം ചെയ്യുകയുണ്ടായി. 2005 ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ജോൺസൺ കൊച്ചുതുണ്ടിലച്ഛൻ വികാരിയായി ചുമതലയേറ്റു. ആരാധനാകാര്യങ്ങളിലെ തീഷ്ണതയും കൂദാശകളോടുള്ള ആത്മീയ ചൈതന്യവും അച്ഛന്റെ സവിശേഷതകളായിരുന്നു. ഇടവകയിൽ ഒരു ഗായക സംഘത്തെ രൂപീകരിച്ചത് ജോൺസൺ അച്ഛന്റെ കാലഘട്ടത്തിലായിരുന്നു. ഈ അവസരത്തിൽ അനേകം ആളുകൾ ഇടവകയിൽ വരികയും അതിന്റെ ഫലമായി ഇടവക പുതുക്കിപ്പണിയണം എന്ന ആശയം ഉടലെടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇടവക തിരുനാളിനോടനുബന്ധിച്ച് അതിരൂപതാധ്യക്ഷൻ ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സിറിൽമാർ ബെസേലിയോസ് പിതാവ് ഇടവകയിൽ കടന്നുവരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതിനുശേഷം ദേവാലയ നിർമ്മാണത്തിനുള്ള കല്ല് ആശീർവദിച്ച് നൽകുകയും ചെയ്തു. ഈ അവസരത്തിൽ സിറിൽമാർ ബെസേലിയോസ് പിതാവിനെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ഇടയപരിപാലനം ഓർക്കുകയും ചെയ്യുന്നു. അന്നൊരു ഡിസംബർ മാസം ഒരു കൂട്ടം അമ്മമാർ കുരിശടിയിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനാമധ്യേ മാതാവിന്റെ സ്വരൂപത്തിൽ നിന്നും ഒരു പ്രത്യേകത അനുഭവപ്പെടുകയുണ്ടായി. അമ്മമാർ നോക്കിയപ്പോൾ മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ വരുന്നതായി കാണുകയും ഇത് നാനാജാതി മതസ്ഥർ കണ്ടു വിശ്വസിക്കുകയും ചെയ്തു. നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിന്റെ കണ്ണുനീർ മാറുകയുണ്ടായി. അന്നു മുതൽ മാതാസന്നിധിയിൽ കൂടുതൽ വിശ്വാസികൾ വരികയും അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചതായും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അമ്മയുടെ മധ്യസ്ഥം ഇന്നും നാനാജാതി മതസ്ഥർക്ക് ഒരു അനുഗ്രഹമായി തന്നെ നിലനിൽക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഉപവാസ പ്രാർത്ഥനയും നേർച്ചക്കഞ്ഞിയും മുടങ്ങാതെ നടത്തിവരുന്നു. ഈ പ്രദേശത്ത് ഒരു മഠം വന്നാൽ അതുവഴി പ്രദേശത്തിനും ഇടവകയ്ക്കും ഉണ്ടാകുന്ന ദൈവീക അനുഗ്രഹങ്ങളെക്കുറിച്ച് ആഴമായ ഉൾക്കാഴ്ചയുണ്ടായിരുന്ന കൊച്ചുതുണ്ടിലച്ഛൻ നാലാഞ്ചിറ ബഥനി മഠത്തിന്റെ മദർ പ്രൊവിൻഷ്യലായിരുന്ന ആർദ്ര SICയെ കാണുകയും ഒരു ബഥനി മഠം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. താൽക്കാലികമായി സിസ്റ്റേഴ്സിന്റെ താമസ സൗകര്യത്തിനായി കുരിശടിമുക്കിൽ ശ്രീ സോമന്റെ ഭവനം നൽകുകയും സിസ്റ്റേഴ്സിനെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. 2004 ഫെബ്രുവരി 5-ാം തീയതി റവറൻ ഫാദർ മാത്യു പുതുപ്പറമ്പിൽ ഇടവക വികാരിയായും എബ്രഹാം കുരിശിങ്കൽ അസിസ്റ്റന്റ് വികാരിയായും സ്ഥാനമേൽക്കുകയുണ്ടായി. ഈ കാലയളവിൽ ബഥനി മഠത്തിനും സ്കൂളിനും സ്ഥലം കണ്ടെത്തുകയും ഇടവകയിൽ നടത്തിയിരുന്നതായ സെന്റ് തോമസ് നഴ്സറി സ്കൂൾ ബഥനി സിസ്റ്റേഴ്സിന് കൈമാറുകയും ചെയ്തു. അതോടൊപ്പം പുതിയൊരു മഠവും സ്ഥാപിക്കപ്പെട്ടു. 2005-2006 കാലയളവിൽ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കാലയളവിൽ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ഈട്ടിക്കാലയിലച്ഛൻ അസിസ്റ്റന്റ് വികാരിയായി സ്ഥാനമേൽക്കുകയും ബഹുമാനപ്പെട്ട അച്ഛൻ ഇടവക വികാരിയോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാകുകയും ചെയ്തു. ആ കാലയളവിൽ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന വെട്ടുകാട് വീട്ടിൽ ദാസൻ ഉപദേശി വാർദ്ധക്യകാല അസുഖത്താൽ 2005 സേവനത്തിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ യശശരീരനായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്ന് ഇടവകാംഗമായ ശ്രീ പ്രസാദിനെ ഉപദേശിയായി നിയമിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ മാത്യു പുതുപ്പറമ്പിലച്ഛനും ഇടവക കമ്മിറ്റിയും അഭിവന്യ പിതാവിനെ സന്ദർശിച്ച് ദേവാലയത്തിന്റെ പണി ആരംഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അതിന്റെ ഫലമായി അഭിവന്യ പിതാവ് 2005 ജൂലൈ 16-ന് ഇടവക സന്ദർശിക്കുകയും ദൈവാലയം പണിയുവാൻ അനുവാദം നൽകുകയും ചെയ്തു. 2006 ജനുവരി 4-ാം തീയതി മേജർ അതിരൂപത പ്രൊട്രാക്ടർ ഗീവർഗീസ് അച്ഛന്റെ സാന്നിധ്യത്തിൽ തറക്കല്ലിടുകയും തുടർന്നുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും മാത്യു പുതുപ്പറമ്പിലച്ഛന്റെ നേതൃത്വത്തിൽ
വളരെ വേഗതയോടും കൃത്യതയോടും കൂടി കാതോലിക്ക ബാവയുടെ സഹായത്തോടുകൂടി നടത്തപ്പെടുകയുണ്ടായി. 2006 നവംബറിൽ ദൈവാലയത്തിന്റെ കുരിശ് സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എല്ലാ നാനാജാതി മതസ്ഥരുടെയും കൂട്ടായ്മയുടെയും സാമ്പത്തിക സഹായങ്ങളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും ഫലമായി ഈ ദേശത്തിന് അനുഗ്രഹമായി മനോഹരമായ ഒരു പുതിയ ദേവാലയം പണികഴിപ്പിക്കപ്പെട്ടു. പള്ളിയുടെ മുന്നിൽ ഒരു കൊടിമരം MCYM യുവതി യുവാക്കൾ ദേവാലയത്തിന് സമർപ്പിക്കുകയുണ്ടായി. തുടർന്ന് 2008 ജനുവരി 26 തീയതി പുതിയ ദേവാലയത്തിന്റെ കൂദാശാകർമ്മം നിർവഹിക്കുവാനെത്തിയ കാതോലിക്ക ബാവയ്ക്ക് അമ്പലം ജംഗ്ഷനിൽ പൗരസ്വീകരണം നൽകുകയും തുടർന്ന് അതിമനോഹരമായ ദേവാലയം ഈ നാടിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. ജാതിമത രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഈ ധന്യനിമിഷത്തിന് സാക്ഷികളായി. 2009 മാത്യു പുതുപ്പറമ്പിലച്ചൻ സ്ഥലം മാറിപ്പോവുകയും ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മരുതൂർ ഇടവകയുടെ അജപാലന ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുവാൻ 4 ഗ്രൂപ്പുകളായി തിരിക്കുകയും പ്രാർത്ഥനയ്ക്ക് സജീവമായ നേതൃത്വം നൽകുകയും ചെയ്തു. ഇടവകയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതിനുമായി ബദനി സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യവും ഈ ഇടവകയ്ക്ക് കൂട്ടായി നിന്നു. ഈ അവസരത്തിൽ ബദനി സിസ്റ്റേഴ്സിനെ നന്ദിയോടെ ഓർക്കുന്നു. 2013 ബഹുമാനപ്പെട്ട ഫാദർ ജോൺ പുന്നാറ ഇടവക വികാരിയായി സ്ഥാനമേറ്റു. വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും പുതിയൊരു അധ്യായം അച്ഛനിലൂടെ ഈ ഇടവകയ്ക്ക് ലഭിക്കുകയുണ്ടായി. ആത്മീയമായുള്ള അച്ഛന്റെ പ്രവർത്തനങ്ങൾ ഇടവകയ്ക്ക് മാത്രമല്ല സമൂഹത്തിനും മാതൃകയായിരുന്നു. സാമൂഹ്യ മേഖലകളിൽ അച്ഛൻ അതീവ തൽപരനായിരുന്നു. ഇടവകയുടെ വികസന വളർച്ചയിൽ അത് സഹായമാവുകയും ചെയ്തു. 2015 ഇടവകയുടെ പുറകുവശത്ത് 12 സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങുന്നതിനു വേണ്ടി ഇടവക ജനങ്ങളിൽ നിന്നും സംഭാവനകളായും അരമനയുടെ സഹായത്തോടും കൂടി ആ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചു. ഈ സമയത്താണ് ഇടവകയുടെ മുൻവശത്തുള്ള 30 സെന്റ് വസ്തു വിൽക്കാനുണ്ടെന്നറിയുകയും അത് വാങ്ങുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി സമ്മാന വിസ്മയങ്ങൾ പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചും ഈ നാടിന്റെയും വിശ്വാസികളുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും ഫലമായി സ്ഥലത്തിന് അഡ്വാൻസ് തുക നൽകുകയും ചെയ്തു. 2016 കാതോലിക്ക ബാവയെ പോയി കാണുകയും വസ്തു വാങ്ങുവാനുള്ള ബാക്കി തുക ലോൺ എടുത്തു വാങ്ങുവാൻ അനുവാദം നൽകുകയും ചെയ്തു. അങ്ങനെ വസ്തു പള്ളിക്ക് സ്വന്തമായി. ഈ നാടിനു വേണ്ടി ഒരു ഓഡിറ്റോറിയം പണികഴിപ്പിക്കുകയും വിശ്വദീപ്തി പാരിഷ് ഹാൾ എന്ന നാമധേയം നൽകുകയും ചെയ്തു. 2017 ഫെബ്രുവരി 2 തീയതി തിരുവനന്തപുരം രൂപതാ സഹായമെത്രാൻ ഐറേനീസ് പിതാവ് കൂദാശ കർമ്മം നിർവഹിച്ച് ഓഡിറ്റോറിയം നാടിന് സമർപ്പിക്കുകയുണ്ടായി. നിർധനരായ കുടുംബങ്ങളുടെ വിവാഹ ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും ഈ വിശ്വദീപ്തി ഓഡിറ്റോറിയം എന്നും തണലായി നിന്നു. ഇന്നേക്ക് 8 വർഷം തികയുമ്പോൾ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട എല്ലാവരെയും പാരിഷ് ഹാൾ കമ്മിറ്റി അംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന MCYM യുവജനങ്ങൾ കൈവരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും അംഗീകാരങ്ങളും പ്രശംസനീയമാണ്. അതോടൊപ്പം ഇടവകയുടെ മതബോധന ക്ലാസുകൾ കുട്ടികൾക്ക് ജീവിത വഴികളിൽ മുതൽക്കൂട്ടായി. വിവിധ മേഖലകളിൽ നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് ഭക്തസംഘടനകൾ ആത്മീയപരമായി എന്നും മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നു. പ്രാർത്ഥന അന്തരീക്ഷം നിലനിൽക്കുന്നതിനും ഇടവകയുടെ വളർച്ചയ്ക്കും വേണ്ടി ഇന്നും ഭക്തസംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുവരെ ഈ ഇടവകയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരായ DM ബദനി സിസ്റ്റേഴ്സിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ സന്യാസ ജീവിതത്തിൽ ഈ ഇടവക എന്നും ഒരു അനുഭവമായിരിക്കും. ഇന്നും നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ സെലീന SIC, സിസ്റ്റർ സുജയ SIC ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ കാലമത്രയും നമ്മുടെ ഇടവകയിലെ ഒരു അംഗമായി പ്രവർത്തിക്കുന്ന ബ്രദർ സ്റ്റീഫനെ ഓർക്കാതിരിക്കാനോ പറയാതിരിക്കുവാനോ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ആത്മായ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഈ ഇടവകയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. സൺഡേ സ്കൂൾ, MCYM, മാതൃവേദി, വിൻസെന്റ് ഡി പോൾ, MCA എന്നീ സംഘടനകൾ ഇടവകയുടെ നെടും തൂണുകളായി പ്രവർത്തിച്ചു വരുന്നു. ഈ ഇടവകയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ള
കമ്മിറ്റി അംഗങ്ങളെയും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങി ഇന്ന് 110 കുടുംബങ്ങളുള്ള ഒരു വലിയ ഇടവക സമൂഹമായി വളർന്ന് ഈ ഇടവക പന്തലിച്ചിരിക്കുന്നു. കുരിശടിമുക്ക് മലങ്കര കത്തോലിക്ക ദേവാലയം ഇത്രമേൽ എത്തിച്ചേരത്തക്ക വിധം പൂർവികർ ഏറ്റെടുത്ത ത്യാഗമനോഭാവവും സഹിച്ച കഷ്ടപ്പാടുകളും അപമാനവും ഒറ്റപ്പെടുത്തലുകളും പുതുതലമുറ വിസ്മൃതിയിൽ തള്ളരുത്. ഏകദേശം 20ഓളം വൈദിക ശ്രേഷ്ഠന്മാരുടെ നിസ്തുല സേവനവും ബഥനി DM സിസ്റ്റേഴ്സിന്റെ കർമ്മനിരതമായ ശുശ്രൂഷ മനോഭാവവും മൺമറഞ്ഞുപോയ വിശ്വാസികളുടെ ആത്മീയ തീഷ്ണതയും ഈ ഇടവകയുടെ വളർച്ചയുടെ പടവുകൾ താണ്ടുവാൻ നമുക്ക് സഹായകമായി. എന്നും ഈ ഇടവക ഈ നാടിന് അഭയകേന്ദ്രമായി നിലനിൽക്കട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.